ഹായ് 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 ദീപൻ, ഫർസാന, ഷബീബ്, സുറുമി, ഹായ് സുറുമി, ഹായ് ഹവന്തിക, നിഹാൽ, സനൂജ അല്ലേ, ആക്ടർ അലീഫ് ഷാ, ആക്ടിങ് ഫോറവർ, ദീപൻ, റമി, ഡാഡി, ആക്ടർ ദീപൻ, നീദോസ്, അല്ലമീൻ, ഹായ് 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 എല്ലാവർക്കും ഹായ് ഹായ്. സൗണ്ടിന് ചെറിയൊരു പ്രശ്നമുണ്ട്, ഇതുവരെ തിരിച്ചു കിട്ടിയിട്ടില്ല. ഹായ് ആയിഷ, സിയാജ്, ശ്രീ, ഹായ് ഹായ് ഹായ്. ആക്റ്റീവ് ഫോറവർ, ഷാനുക്ക, ഹായ് 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 ഹായ്. ആഷി, ഹായ്. സനുജ, ഹായ്. അച്ചു, ഹായ്. സാന്ദ്ര, സന്തോഷ്, ഹായ് ഹായ് ഹായ്. കാർത്തിക, ആർ ജെ, സൗമ്യ, കൃഷ്ണ, മേഘ, ആദർശ്, തസ്നി, ഒത്തിരി പേരുണ്ടല്ലോ, സന്തോഷം സന്തോഷം. ഹാബിയ, ഹായ്. ആൽസിയ, ഷമി, ഒരുപാട് ആൾക്കാരെ മിസ്സാവുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്നതുകൊണ്ട് ചില ആൾക്കാരെ മിസ്സാവുന്നുണ്ട്. മേഘ, സുമേഷ്, സമീഷ്, രാജ്, ഷമീമ, ഹംസ, മുനീറ, പി കെ, ഋഷു, ഹായ് ഹായ് എല്ലാവർക്കും ഹായ്. അനഘ, ബിന്ദു, ഗണേഷ്, അനിൽ, റെയിൽവേ, പ്രിൻഡോ, ചോയില്ലേ, ഹായ് 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 എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ലൈവിൽ വരാനുള്ള കാരണം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. ബിഗ് ബോസ് എന്ന ഇന്ത്യയിലെ ഇൻ്റർനാഷണൽ, ഇനിയിപ്പോൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കാൻ പറ്റിയതിൻ്റെ സന്തോഷം അറിയിക്കാനാണ്. അവിടെ എനിക്ക് 100 ദിവസം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയതും സെക്കൻഡ് റണ്ണറപ്പ് എടുക്കാൻ കഴിഞ്ഞതും നിങ്ങളുടെ ഓരോരുത്തരുടെയും അകമഴിഞ്ഞ സ്നേഹത്തോടു കൂടിയുള്ള സപ്പോർട്ടും എന്താ പറയുക, ഈ എനിക്ക് വേണ്ടിയുള്ള ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനവും, ഒത്തിരി പേര് എനിക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. വോട്ട് പിടിക്കാനും കുറേ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാനും ഒക്കെ എല്ലാവരോടും 1000 നന്ദിയുണ്ട്. ഹായ് വിജിഷ, ഹായ്. കുറേ ആൾക്കാരെ മിസ് ചെയ്യുന്നുണ്ട്, ക്ഷമിക്കണം. അപ്പം ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ബിഗ് ബോസ് ഹൗസിൽ ഈ 100 ദിവസം തികച്ചത്. ഭയങ്കര അതിജീവനായിരുന്നു. നിങ്ങൾ കണ്ടിരിക്കും ഞങ്ങളുടെ അവസ്ഥ. ഏത് സീസൺ പോലെയല്ല ഈ സീസൺ. പക്ക പറഞ്ഞ പോലെ തന്നെ 7ന്റെ പണി തന്നെയായിരുന്നു. ഞാൻ 14 കിലോയാണ് ഇവിടെ വന്ന് തൂക്കി നോക്കിയപ്പോൾ കുറഞ്ഞത്. അപ്പോൾ എന്തുമാത്രം അവിടെ ഭക്ഷണത്തിനും ഇതിനൊക്കെ അവിടുത്തെ സർവൈവ് ചെയ്യാനൊക്കെ കഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം അത്രത്തോളം കഷ്ടപ്പാടായിരുന്നു. പിന്നെ അവിടുത്തെ ലാലേട്ടൻ പറഞ്ഞ പോലെ ഒരു പ്രഷർ കുക്കറിലിട്ട് വേവിക്കുന്ന, പുഴുങ്ങിയെടുക്കുന്ന പോലെ തന്നെയായിരുന്നു പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നതും ഗെയിം കളിക്കുന്നതൊക്കെ ആയിട്ട്. ഒത്തിരി സ്ട്രെയിൻ ചെയ്തു, സ്ട്രെസ് എടുത്തു. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ശരീരത്തിൻ്റെ തൂക്കമൊക്കെ കുറഞ്ഞു.
ഹായ് ഹായ് ഇക്ക. ഗോപിക കൃഷ്ണ ഹലോ ഇക്ക. എന്തായാലും നിങ്ങൾക്ക് അഭിമാനിക്കാം, അല്ലെങ്കിൽ എനിക്ക് അഭിമാനിക്കാം. നമ്മളൊരു PR-ന്റെ ബലത്തിലല്ല, നിങ്ങളുടെ എല്ലാവരുടെയും അകമഴിഞ്ഞ സപ്പോർട്ട് കൊണ്ടും പ്രവർത്തനം കൊണ്ടും മാത്രമാണ് നമ്മൾ ആ സെക്കൻഡ് റണ്ണറപ്പ് എന്ന വലിയൊരു അച്ചീവ്മെന്റ് നേടിയെടുത്തത്. അതിന് നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാവുന്ന കാര്യമാണ്. അതിന് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. അതിൻ്റെ സന്തോഷം പങ്കിടാനാണ്, അതിന് നന്ദി അറിയിക്കാനാണ് ഞാനിവിടെ വന്നത്. കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. ആഷ്ന, ഷാഹീൻ, ഷാനവാസ് FP, സാന്ദ്ര സുനിൽ, റിഷു, ഹരീഷ്, ഹാജിൻ, ഇച്ചു കാസർഗോഡ്, എല്ലാവർക്കും ഹായ് ഹായ് ഹായ്. എല്ലാവർക്കും നന്ദിയുണ്ട്. സുപ്രിയ, ഹൈസിൻ, റിയാസ്, രേഷ്മ, ശ്രീജിത്ത്, കുഞ്ഞു, നിഷ്റാം ഷാൻ, സഞ്ജു, മഞ്ചേരിക്കാർ ഒഫീഷ്യൽ ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, കണ്ടായിരുന്നു, സന്തോഷം. രോഹിത് നായർ, സീന, എല്ലാവർക്കും നന്ദി. എല്ലാവരോടും സ്നേഹവും സന്തോഷവും അറിയിക്കുകയാണ്. നമ്മൾ നല്ലൊരു അച്ചീവ്മെൻ്റാണ് നേടിയെടുത്തത്. നന്നായി ഗെയിം കളിച്ചു എന്നൊരു ചാരിതാർത്ഥ്യം ഉണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ നമുക്ക് അപാകതകൾ പറ്റിയിട്ടുണ്ട്. നമ്മളെ ധാരണക്കുറവിൻ്റെയൊക്കെ കാര്യത്തിൽ നമുക്ക് കുറേ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. എന്നാലും അതിനൊക്കെ മറികടന്ന് നല്ല രീതിയിൽ കളിച്ചു എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. പിന്നെ എവിടെയെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കാണും. അതാണല്ലോ നമ്മൾ 3-ാം സ്ഥാനത്തോട്ട് പോയത്. എന്തായാലും ഒരു PR-ൻ്റെയും ബലത്തിലല്ല എന്നുള്ളതിൽ നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാം. നിങ്ങൾ ഓരോരുത്തരുടെയും അകമഴിഞ്ഞ സപ്പോർട്ട് കൊണ്ടും പ്രവർത്തനം കൊണ്ടും ഹാർഡ് വർക്ക് കൊണ്ടുമാണ് നമ്മൾ ഇതുവരെ എത്തിയിട്ടുള്ളത്. അതിൽ നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാവുന്ന കാര്യമാണ്. താങ്ക് യു, കൺഗ്രാറ്റ്സ്, താങ്ക് യു അനിൽ, താങ്ക് യു ഷാവാസ് FP, താങ്ക് യു റോഷ് പ്രദീപ്, റിയ നിയാസ്. ടോപ്പ് 5-ൽ വരുന്നത് ചെറിയ കാര്യമില്ല. ടോപ്പ് 5-ൽ വരിക എന്നല്ല, ഓരോ ആഴ്ചയിലും എവിക്റ്റ് ആവാതെ പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. ടോപ്പ് 5-ൽ വരിക എന്ന് പറയുന്നത് വലിയ കാര്യമല്ല. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആൾക്കാരൊക്കെ ആയിരുന്നു എവിക്റ്റായി പോയിരുന്നത്. ആ സ്ഥാനത്ത് നമ്മളൊക്കെ പിടിച്ചു നിൽക്കുക എന്ന് പറയുമ്പോൾ, ടോപ്പ് 5-ൽ വരിക എന്ന് പറയുമ്പോൾ അത് വലിയ കാര്യം തന്നെയാണ്. നിങ്ങൾ എപ്പോഴാണ് അനീഷിൻ്റെ അടുത്ത് പോകുന്നത്? അനീഷിൻ്റെ അടുത്ത് എന്തായാലും പോവും. എനിക്ക് പോകണം. അനീഷ് ക്ഷണിച്ചിട്ടുണ്ട്. എൻ്റെ തിരക്കുകളൊക്കെ ഒഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പോവും. ബ്രോ, യു ആർ ഗ്രേറ്റ്, താങ്ക് യു. ഹായ്, ഹലോ ഇക്ക. എലിസബത്ത്, ഹായ്, ഹലോ. സുമയ്യ, മോനായി, യു ആർ ദി വിന്നർ മാൻ. താങ്ക് യു ഇക്ക. ഒരു ഹായ്. സെയിൻ സിദാൻ, ഹായ് ഹായ് ഹായ്. സ്വാതി, ഹായ്. ഷാനവാസ് ബ്രോ, ഹായ് പെങ്ങളെ. മേഘ, സുമേഷ്, കൺഗ്രാഷൻക, താങ്ക് യു. എല്ലാവർക്കും നന്ദി, സന്തോഷം, സ്നേഹം മാത്രം. ഷാനവാസിക്ക, അനീഷ് ഒരുമിച്ചുള്ള ഒരു ഫൺ വീഡിയോസിനിൽ കട്ട വെയിറ്റിംഗ്. ഞാൻ ആ പഹയനൊന്ന് കാണട്ടെ.
നോക്കാം. യു ആർ ഓസം. താങ്ക് യു കൃഷ്ണ. ഇക്ക ഹായ്. ഹായ് ഇക്ക. ഹോയ്. ഷനവാസ് ഒഫീഷ്യൽ ഫാൻ പേജ്. ഇക്ക ലവ് യു. താങ്ക് യു ഡിയേഴ്സ്. താങ്ക് യു. അത് പറഞ്ഞപ്പോഴാണ് ഒത്തിരി ഞാൻ അവിടെ പുറത്തു വന്നപ്പോഴാണ് ഒത്തിരി ഫാൻസ് ഗ്രൂപ്പുകളെ കുറിച്ചൊക്കെ ഞാൻ അറിയാനിടയായി. ഷാനവാസ് ഒഫീഷ്യൽ ഫാൻ പേജ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഗ്രൂപ്പുകളൊക്കെ കണ്ടു. അവർക്കൊക്കെ ഷാനവാസ് ആർമി, ഷാനവാസ് FP, പിന്നെ വേറെ ഒരുപാട് കണ്ടു. ഒരാളെയും മാറ്റി നിർത്തുന്നില്ല. എല്ലാവർക്കും ഒരുപോലെ താങ്ക്സ്. പിന്നെ ഒരുപാട് പേര് എയർപോർട്ടിൽ എന്നെ വരവേൽക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അവർക്കെല്ലാം എൻ്റെ അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്, സ്നേഹം പങ്കിടുകയാണ്. എല്ലാവരോടും ഒരുപാട് സ്നേഹം, സന്തോഷം. ഹായ്, സോറി, അതിനിടയിൽ ഒരു കോൾ വന്നതാണ്. സോറി. ഹായ്. കിട്ടുന്നില്ലേ ഷൈൻ? കിട്ടുന്നില്ലേ? ദിവസം ഓർമ്മയുണ്ടോ? എന്നെയും അരുൺ ദേവ ഓർമ്മയുണ്ടല്ലോ. എവിടെയോ കേട്ടിട്ടില്ല. ഇനിയും വലിയ വിവരങ്ങളിൽ എത്തട്ടെ. താങ്ക് യു ഇക്ക. ഹായ് ഇക്ക. മീശ പിരിക്കുക. ഈ മീശ പിരിച്ച് ഞാൻ തളർന്ന് എങ്കിലും ചെറുതായിട്ടൊന്ന് പിരിക്കാം. താങ്ക് യു. ഒരു ഹായ് തരാമോ? ഹായ്. ഷഫീന സുഖമാണോ? വെക്ക സുഖമായിട്ടിരിക്കുന്നു. ഫിറോസ് ബാബു ഹായ്. ഷാനുക്ക ഹായ് ഡിയർ. ജോ ഫോളോയിങ് യു. അജാസ് ഹായ്. അജാസ്. അഫ്സാന ഹായ്. ഹലോ അഫ്സാന. ഷാനവാസിക്ക ഹായ്. ഗോകുൽ ഹായ്. ഷിഫാന ഹായ്. അപ്പോൾ അറിയാലോ, കുറച്ച് തിരക്കിലായിരുന്നു. പിന്നെ സൗണ്ട് പറ്റ പോയിരുന്നു. അപ്പോൾ സോറി. ബദരിയ എൻ്റെ നെയിം പറയിക്ക. പറഞ്ഞു. നിങ്ങൾ ബിബിയിൽ പോയത് നന്നായി. താങ്ക് യു. അതെ. ബിബി നമുക്കൊക്കെ കിട്ടാവുന്ന, ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ പ്ലാറ്റ്ഫോമാണ്. ഏഷ്യാനെറ്റ്, ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു പ്ലാറ്റ്ഫോമാണ്. അതൊരു ഭാഗ്യം ചെയ്യണം. ഞങ്ങളെപ്പോലുള്ള കലാകാരന്മാർക്ക് അത് കിട്ടുകയെന്ന് പറയുന്നത് ഒരു ഭാഗ്യമാണ്. കിട്ടാന്ന് മാത്രമല്ല, 100 ദിവസം അവിടെ തികക്കാൻ പറ്റുക എന്ന് പറയുന്നതും വലിയൊരു ഭാഗ്യമാണ്. ടോപ്പ് 5 വരാൻ പറ്റുക എന്ന് പറയുന്നതും വലിയ ഭാഗ്യമാണ്. അപ്പോൾ ആ ഭാഗ്യമൊക്കെ നമുക്ക് കിട്ടി. എനിക്കല്ല, നമുക്ക്, എന്നെ സ്നേഹിക്കുന്നവർക്കും കൂടിയാണ് അതിൻ്റെ എന്താ പറയുക, ആ ടോപ്പ് 5 എത്തി എന്നുള്ളതിൻ്റെ വിജയം അർഹതയുള്ളത് എനിക്ക് മാത്രമല്ല, നിങ്ങൾക്കും കൂടി അവകാശപ്പെട്ടതാണ്. എനിക്ക് മാത്രം അവകാശപ്പെട്ടതല്ല. നിങ്ങളുടെ ഇത്രയും ഞാൻ തരിച്ചു പോയി ചില സമയങ്ങളിലൊക്കെ, ചില വീക്കിലൊക്കെ നമുക്ക് കിട്ടിയ വോട്ട് കണ്ടിട്ട് ആ വോട്ട് ഞാനിവിടെ കിടന്ന് കാണിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് അത്രയും റിസൾട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ എന്നെപ്പോലെ തന്നെ നമ്മുടെ ഈ വിജയത്തിൽ, ഈ 3ാം സ്ഥാനം കിട്ടിയ ഈ വിജയത്തിൽ നിങ്ങളും പങ്കാളികളാണ്. നിങ്ങളും തുല്യ അവകാശികളാണ്. അതിന് നിങ്ങളെ നമിച്ചിരിക്കുന്നു. സത്യം, എത്ര പേരാ
പുറത്തിറങ്ങുമ്പോഴാണ് ഞാൻ യൂട്യൂബിലും ഇൻസ്റ്റയിലൊക്കെ കുറേ ഷോർട്സും റീൽസൊക്കെ കാണാനിടയായത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടു നിറഞ്ഞുപോയി. ആ സമയത്തൊന്നും ചിരി വരാത്തത് ഇവിടെ ട്രോളായിട്ടും കുറേ ഷോർട്സായിട്ട് റീൽസൊക്കെ ആയിട്ട് വരുന്നത് കാണുമ്പോൾ ഞാൻ തന്നെ കുറേ വീഡിയോസ് കണ്ട് ചിരിച്ചുപോയി. നല്ല രസമുണ്ട്. നിങ്ങളത് നന്നായിട്ട് എഡിറ്റ് ചെയ്തിട്ടൊക്കെ സോങ്ങൊക്കെ കയറ്റി എഡിറ്റൊക്കെ ചെയ്ത് വരുമ്പോൾ ആ ഒരു എന്താ പറയുക സീൻസ്, ആ ഒരു സിറ്റുവേഷൻ വേറെ ലെവലിലോട്ട് പോകുന്നു. ഞങ്ങൾ നേരിട്ട് അനുഭവിച്ചതിലേറെ ആസ്വദിക്കാൻ പറ്റുന്നുണ്ട് നിങ്ങളുടെ എഡിറ്റിങ്ങും നിങ്ങളുടെ റീൽസും നിങ്ങളുടെ ഷോർട്സൊക്കെ കാണുമ്പോൾ. അതിനൊക്കെ എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. സോഷ്യൽ മീഡിയയിലൊക്കെ എനിക്ക് വേണ്ടി എത്രയോ ആൾക്കാർ, എനിക്ക് തോന്നുന്നു ഒരുപാട് നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ 24 മണിക്കൂർ 24/7 ഒക്കെ ലൈവൊക്കെ കണ്ടിട്ട് അതിൽ നിന്നൊക്കെ എടുത്ത് ഒരുപാട് വീഡിയോസും കാര്യങ്ങളും റീൽസും സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇതിനൊക്കെ എങ്ങനെ നന്ദി പറഞ്ഞാൽ തീരുക? അയ്യോ, എന്തൊക്കെയോ കമൻസ്. ആഹാ നല്ല ഓഞ്ഞ ചായ, അത് കണ്ട് ഒരുപാട് ചിരിച്ചു. യൂട്യൂബ് ചാനൽ ലൈവ് വരുമ്പോൾ നോക്കാം. ഞാൻ അറിയാലോ, ഞാൻ അധികം സോഷ്യൽ മീഡിയയിൽ സജീവമല്ലാത്ത ഒരാളാണ്. എൻ്റെ ഫോളോവേഴ്സൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് അറിയാം. എൻ്റെ കൂടെ ഉള്ളവരുടെ ഫോളോവേഴ്സൊക്കെ എങ്ങോ അറ്റത്ത് കിടക്കുമ്പോൾ ഞാൻ ഇങ്ങേ അറ്റത്താണ് കിടക്കുന്നത്. ഞാനിങ്ങനെ ഈ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ വല്ലാതെ സജീവമല്ല. ഇനിയിപ്പോൾ നമുക്ക് നോക്കാം. എനിക്കൊന്നാമത് ഇതിനെക്കുറിച്ചൊന്നും വലിയ വ്യക്തതയില്ല. ഞാൻ അതിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചില്ല. എൻ്റെ ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓടി നടക്കുന്നതുകൊണ്ട് ചില നേരത്ത് അതിനൊന്നും സമയം കിട്ടാറില്ല. റീൽസ് എടുക്കാൻ അല്ലെങ്കിൽ വീഡിയോസ് എടുക്കാൻ, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ചെറുതായിട്ട് മടിയുമുണ്ട്. എന്തായാലും ഇനി നമുക്ക് ശ്രമിക്കാം. ഇപ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് ഒക്കെ തോന്നുന്നു. ഫോളോവേഴ്സിൻ്റെ ഒക്കെ എണ്ണം കൂടി വന്നപ്പോൾ കുറേ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാനുണ്ട്. നമുക്ക് കുറേ ഇൻ്റർവ്യൂസിനൊക്കെ ആൾക്കാരെ വിളിച്ചിട്ടുണ്ട്. അതിലൂടെയൊക്കെ നിങ്ങളുടെ കുറേ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമൊക്കെ ഞാൻ തരും. എല്ലാം കൂടി ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരോട് പറയാൻ എന്തെങ്കിലുമൊക്കെ ബാക്കി വേണ്ടേ? ഇഷ്ടംപോലെ കാര്യങ്ങൾ പറയാനുണ്ട്. നമുക്ക് നല്ല നല്ല ഇൻ്റർവ്യൂസിലൂടെ നിങ്ങളിലോട്ട് അത് എത്തിക്കാൻ ഞാൻ ശ്രമിക്കാം. ഇക്കാതി റിയൽ ഗെയിമർ, താങ്ക് യു. അതാരാ പറഞ്ഞത്? അപ്പോഴേക്ക് പോയി. ലാലേട്ടൻ്റെ കിസ് കിട്ടിയ ഒരാൾ. അയ്യോ, അതൊക്കെ വലിയ ഭാഗ്യമല്ലേ? അതിലും വലിയ കപ്പും അവാർഡും എന്താണ്? ഒന്നുമില്ല. നമുക്ക് കപ്പ് കിട്ടാത്തതിലുള്ള അസൂയോട് പറയുന്നതല്ല. കപ്പ് കിട്ടാത്ത നമുക്ക് നോക്കാം. എന്തായാലും ഇക്ക കൊടന്നൂർ പോകുമ്പോൾ തീർച്ചയായിട്ടും പോകും. ഹായ്, വീണ്ടും ഒരു കോൾ വന്നു. അർജൻറ്റ് കോളാണ്. അപ്പോൾ കൂടുതലൊന്നും പറയാനില്ല. നിങ്ങളോട് നന്ദി അറിയിക്കുക, സ്നേഹം അറിയിക്കുക, എൻ്റെ സന്തോഷം അറിയിക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ നമുക്കിനിയുള്ള ഓരോരോ അവസരങ്ങളിൽ പങ്കുവെക്കാം. അപ്പോൾ താങ്ക് യു. ഗ്രൂപ്പിൽ വന്ന് പെരിയാർ ഉമ്മാനെ കാണാൻ പോകണേ. എനിക്ക് അവരുടെ കോണ്ടാക്ട്സോ കാര്യങ്ങളോ ഒന്നും അറിയില്ല, എങ്ങനെയാണെന്ന് അറിയില്ല. നമുക്ക് ശ്രമിക്കാം. എനിക്ക് ആ ഉമ്മയെ കാണണമെന്നുണ്ട്. നമുക്ക് നോക്കാം എവിടെയാണ് അവർ എന്നറിയില്ല. ഞാൻ കണ്ടുപിടിക്കാം. നമുക്ക് തിരക്കൊക്കെ കഴിഞ്ഞിട്ട് എന്തായാലും ഉമ്മാനെ പോയി കാണാം. എന്തായാലും സന്തോഷം. ഒരുപാട് ആൾക്കാർ ആ കറക്റ്റ് സമയത്ത് തന്നെ
വന്നിട്ടുണ്ട്. ഇപ്പോൾ നോക്കിയിരിക്കായിരുന്നു എന്നുള്ളത് മനസ്സിലായി. എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദിയും സ്നേഹവും സന്തോഷവും അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. ലവ് യു ആൾ. ബൈ.